ത്രിയേകദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സുമുഖമായ കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്ത് നമ്മുടെ പാവങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശുമരണം സ്വീകരിച്ച് 3-ാം ദിവസം വെറുതെ നിൽക്കുകയും 40-ാം ദിവസം സ്വർഗ്ഗാരോഹണം ചെയ്യുകയും ജീവിച്ചിരിക്കുന്നതിനും നമ്മുടെ പാവങ്ങളെ മോചിക്കുന്നതിനുമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഞായറാഴ്ചയുടെ പ്രത്യേകത എന്നത് പെന്തക്കോസ്തയ്ക്ക് ശേഷം 6-ാം ഞായറാഴ്ച, കൂടാതെ ഏലിയ ദീർഘദർശിയുടെ ഓർമ്മയും ആണ് ഇന്നത്തെ ദിവസം. ഇന്ന് വിശുദ്ധ കുർബാനയിൽ എവൻഗെലിയോൻ മേശയിൽ വായിച്ചു കേൾക്കുവാൻ പോകുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എവൻഗെലിയോസ്തായുടെ രക്ഷാസുവിശേഷം 13-ാം അധ്യായം 22 മുതൽ 35 വരെയുള്ള ഭാഗമാണ്. ദൈവരാജ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിലേക്ക് പ്രവേശിക്കുന്നതിനായി ഓരോരുവനും താല്പര്യത്തോടെ പ്രവർത്തിക്കേണ്ടതിനെക്കുറിച്ചും ആണ് ഇന്നത്തെ വേദഭാഗം കർത്താവ് പഠിപ്പിക്കുന്നത്. പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചുകൊണ്ട് ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുന്ന അവസരത്തിൽ ഒരു മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് നാം കാണുന്നത്. ദൈവരാജ്യ സംബന്ധിയായ ഏറെ പഠിപ്പിക്കലുകൾ കർത്താവിൻ്റെ ഉപദേശങ്ങളിൽ നമുക്ക് കാണാം. കടുകുമണിയിൽ നിന്നും വളർന്ന് വരുന്ന വൃക്ഷമായും അപ്പത്തെ പുളിപ്പിക്കുന്ന പുളിപ്പായും ദൈവരാജ്യത്തെ കർത്താവ് അവതരിപ്പിക്കുന്നു. എന്നാൽ അതിലേക്ക് പ്രവേശിക്കുവാനുള്ള മാർഗം അത്ര അനായാസകരമല്ല എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. ജീവിതത്തെ അത്ര ഗൗരവമായൊന്നും എടുക്കേണ്ട ആവശ്യമില്ല എന്ന ചിന്തയിൽ ജീവിക്കുന്ന നമ്മൾ പലർക്കും ഉള്ള സന്ദേശമാണ് ഇന്നത്തെ സുവിശേഷം. ഇവിടെ നാം കാണുന്നത് 2 കാര്യങ്ങളാണ്. ഒന്നാമത്തത്, ദൈവരാജ്യത്തിലേക്കുള്ള മാർഗം ക്രിസ്തു എന്ന ഇടുക്ക് വാതിൽ. താൻ കൊല്ലപ്പെടേണ്ടത് യെരുശലേമിൽ വെച്ചാണ് എന്ന ഉത്തമ ബോധ്യത്തോടെ അവിടേക്ക് യാത്രയാകുന്ന കർത്താവിനെയാണ് ഈ വേദഭാഗത്തിൽ നാം കാണുന്നത്. രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമോ എന്ന ചോദ്യത്തിന് മറുപടിയായി ദൈവരാജ്യത്തിലേക്കും അതുവഴി രക്ഷയിലേക്കും ഉള്ള വാതിൽ ഒടുക്കത്തെ വാതിലാണെന്ന് കർത്താവ് അടിവരയിട്ട് പറയുന്നു. അവിടേക്ക് യാത്ര ചെയ്യണമെങ്കിൽ അത് വളരെ ഇടുങ്ങിയ വഴിയാണ്, വളരെ വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ള വഴിയായിരിക്കും എന്ന് കർത്താവ് ഇവിടെ എടുത്തു പറയുന്നു. വാസ്തവത്തിൽ ആ വാതിൽ താൻ തന്നെയാണ് എന്ന് കർത്താവ് ചുറ്റും ഉള്ളവരോട് പറയുകയാണ്. ലോക ജീവിതത്തിൽ ആകർഷണീയമായ പല വിശാല വാതിലുകളും ഉണ്ടാകാം. ലോകസുഖങ്ങളും സന്തോഷങ്ങളും പ്രദാനം ചെയ്യുന്ന അത്തരം വാതിലുകളല്ല ദൈവരാജ്യത്തിലേക്ക് നയിക്കുന്നത്. അത്ര ആകർഷണീയമല്ലാത്ത കഷ്ടതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ബോധ്യമുള്ള ക്രിസ്തു എന്ന വാതിലിലൂടെ കടന്നു വരുവാനാണ് കർത്താവ് ക്ഷണിക്കുന്നത്. ഞാൻ നല്ല വാതിലാകുന്നു എന്ന് കർത്താവ് പറയുന്ന വാക്കുകൾ ഇതിനോട് ചേർത്ത് വായിക്കണം. ആ വാതിലുകളെ നാം തിരിച്ചറിയണം. അപ്പോൾ സ്വർഗരാജ്യം നമുക്ക് അവകാശമായി കിട്ടും എന്ന് ഈ വേദഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 2-ാമത്തെ കാര്യമെന്ന് പറയുന്നത്, സംരക്ഷിക്കുന്ന രാജാവിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ. അധികാരമുള്ള 2 രാജാക്കന്മാരുടെ സ്വഭാവത്തെ അടയാളപ്പെടുത്തുവാനായി 2 മൃഗങ്ങളുടെ സൂചനകൾ കർത്താവ് ഇവിടെ ഉപയോഗിക്കുന്നു. രാജ്യം ഭരിക്കുന്ന ഹെരോദാവ് അവിടെയുള്ള ഒരു പ്രജയെ കൊല്ലുവാൻ നോക്കുന്നുവെന്ന് പറയുമ്പോൾ കർത്താവ് അയാളെ വിളിക്കുന്നത് കുറുക്കൻ എന്നാണ്. ദൈവരാജ്യത്തിൻ്റെ രാജാവായ ക്രിസ്തു തന്നെ ഉപമിക്കുന്നത് ഒരു തള്ളക്കോഴിയോട് ആണ്. സ്വന്തം ജീവൻ നൽകി തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ക്രിസ്തു എന്ന രാജാവ് ജീവൻ നൽകി സംരക്ഷിക്കുവാനായി വന്ന തന്നെ തള്ളിപ്പറയുകയും ആക്രമണ വാസനയുള്ള ഹെരോദാവുമാരെ അംഗീകരിക്കുകയും ചെയ്യുന്ന ലോകത്തെ ഓർത്ത് കർത്താവ് നൊമ്പരപ്പെടുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. നാം കണ്ടത് 2 ഭരണാധികാരികളെയാണ്. ഒരാൾ സംരക്ഷിക്കുന്നു, മറ്റേയാൾ ദ്രോഹിക്കുന്നു. അധികാരികൾ എപ്പോഴും ജനങ്ങളുടെ സംരക്ഷണത്തിനായി അധികാരങ്ങളെ ഉപയോഗിക്കണം.
നമ്മുടെ ജീവിതത്തിലും നാം ഓരോരുത്തരും ഓരോ വ്യവസ്ഥയുടെ അധിപതികളാണ്. കുടുംബത്തിലായാലും തൊഴിൽ മേഖലകളായാലും സഭാജീവിതത്തിലായാലും ഭയം ജനിപ്പിച്ചുകൊണ്ടുള്ള ഭരണം ഒരിക്കലും ശാശ്വതമാകുകയില്ല. പിന്നെയോ സ്നേഹിച്ചു കീഴടക്കുവാൻ കഴിയുമ്പോഴാണ് നാം ഉത്തമരായ നേതാക്കളാകുന്നത്. നാം ഇവിടെ കണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, സംരക്ഷിക്കുന്ന രാജാവിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. രണ്ടാമത്തത്, സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി, മാർഗം ക്രിസ്തു എന്ന ഇടുങ്ങിയ വഴി ആണ് എന്നതാണ്. ദൈവരാജ്യത്തിൻ്റെ അവകാശികളാണെങ്കിൽ നാം ദൈവവേദലാകണം. ദൈവവേദൽ ആകണമെന്നുണ്ടെങ്കിൽ നാം എപ്പോഴും പ്രാർത്ഥനയുള്ളവരായിരിക്കണം. ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവരാകണമെന്നുണ്ടെങ്കിൽ ദൈവവചനം എന്താണെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ആ ദൈവവചനം നമ്മൾ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നാം ആ വേദപുസ്തകത്തെ നെഞ്ചോട് ചേർത്ത് വെക്കുകയും അത് വായിച്ച് ഗ്രഹിക്കുകയും നമ്മുടെ പിതാക്കന്മാർ മുതൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും പിന്നീട് അപ്പോസ്തലന്മാരും നമ്മെ എന്താണ് ഉദ്ബോധിപ്പിക്കുവാൻ ശ്രമിച്ചതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഈ ബാക്കി ജീവിതം നമുക്ക് വളരെ സന്തോഷപ്രദമായി മുമ്പോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ഇന്നത്തെ ഞായറാഴ്ച നമ്മളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.